friends, welcome to IGNOU Pointers. So, in the IGNOU Pointers program Decode session, we have a set of certificate courses from IGNOU University discuss. Now, you know, MA, BA, postgraduate diploma courses IGNOU provide. That's certificate programs IGNOU provide. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിഗ്രിയുടെയോ MAയുടെയോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുടെയോ ഒന്നും അത്രയും ഡ്യൂറേഷൻ ഉണ്ടാവില്ല. പലപ്പോഴും നമുക്കൊരു 3 months 6 monthsലൊക്കെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് IGNOU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനുള്ള എലിജിബിലിറ്റി മോസ്റ്റ്ലി 10+2 ക്വാളിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി അനുസരിച്ച് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് മോർ ദാൻ ഒരു 20-25+ പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ഡീകോഡ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ജനറലായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചും ആർക്കായിരിക്കും അത് കൂടുതൽ ആപ്റ്റ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേലും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം, അതിനെക്കുറിച്ച് ഡൗട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫാസ്റ്റായിട്ടുള്ള റിപ്ലൈ വേണം. അത് ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്നല്ല, മറ്റെന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ആയിക്കോട്ടെ, അത് അഡ്മിഷൻ ആയിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, അസൈൻമെൻറ്റ്സ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ കോഴ്സിൻ്റെ പേരും ഡൗട്ടും പറഞ്ഞ് ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് 24 hours തന്നെ അതിന് റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 95 62 63 64 69 എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്. സോ ഈ സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതേപോലെ തന്നെ പ്രോഗ്രാം ഓൺ ലൈഫ് ആൻഡ് തോട്ട് ഓഫ് ഡോക്ടർ BR അംബേദ്കർ, പീസ് സ്റ്റഡീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് കെയർ, പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ്, അപ്പാരൽ മെർച്ചൻഡൈസിങ്, ഏർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇനേബിളിംഗ് ഇൻക്ലൂഷൻ വിഷ്വൽ ഇമ്പയർമെൻറ്റ്, അതേപോലെ തന്നെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു കോഴ്സുണ്ട്. അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സും ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഇവാൻറ്റ് മാനേജ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എ സെക്കൻഡ് ലാംഗ്വേജ്, ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ്. അതേപോലെ തന്നെ ഒരുപാട് ലാംഗ്വേജ് കോഴ്സസ് IGNOU സർട്ടിഫിക്കറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻ ഉറുദു ലാംഗ്വേജ്, പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, in cooperation, cooperative law and business laws, in anti-human trafficking, in international humanitarian law, certificate program in NGO management, certificate in business skills, certificate in communication and IT skills, പിന്നെ in information technology, in fashion design, in laboratory techniques, in teaching of primary school mathematics, in HIV and family education, criminal justice, social work, in tribal studies, in sericulture, organic farming, in water harvesting, in poultry farming, in beekeeping. അതേപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സസിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇൻ അറബിക് ലാംഗ്വേജ്, ഇൻ ഫ്രഞ്ച്, ഇൻ റഷ്യൻ, ഇൻ ജാപ്പനീസ്, ഇൻ കൊറിയൻ, ഇൻ സ്പാനിഷ്, ഇൻ ജർമ്മൻ, ഇൻ പേർഷ്യൻ. അതേപോലെ നേഴ്സ് മാനേജർ ക്വാളിഫിക്കേഷൻ പാക്ക് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻ ഫസ്റ്റ് എയ്ഡ്, അതേപോലെ യോഗ, ദെൻ സർട്ടിഫിക്കറ്റ് ഇൻ ഹെൽത്ത് കെയർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇൻ ന്യൂ ബോൺ ആൻഡ് ഇൻഫൻറ്റ് നഴ്സിംഗ്, ഇൻ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഹോം ബേസ്ഡ് ഹെൽത്ത് കെയർ, സർട്ടിഫിക്കറ്റ് ഇൻ ജെറിയാട്രിക് ഹെൽത്ത് ആൻഡ് കെയർ, ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഇൻ അഡലസൻറ്റ് ഹെൽത്ത് ആൻഡ് കൗൺസിലിംഗ്. അതേപോലെ തന്നെ വിഷ്വൽ ആർട്സും പെർഫോമിംഗ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ പെയിൻറ്റിംഗ്, ഇൻ അപ്ലൈഡ് ആർട്ട്, ഇൻ തിയേറ്റർ, ഇൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഇൻ കർണാട്ടിക് മ്യൂസിക്, ഇൻ ഭരതനാട്യം. യു ആർ ഹാവിംഗ് ലോട്ട് ഓഫ് സർട്ടിഫിക്കറ്റ് കോഴ്സസ്. ഇനി സർട്ടിഫിക്കറ്റ് ഇൻ എനർജി ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ് of competency in power distribution, certificate in solid waste treatment techniques, certificate in condition monitoring, certificate in smart city development and management, certificate in solid waste management, certificate in gender, agriculture and sustainable development, certificate in gender and science, certificate in gender in law. So ഇത്രയും ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ്. അപ്പോൾ ഇൻ ജനറൽ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആർക്കൊക്കെ ഏതൊക്കെ കോഴ്സസ് ആയിരിക്കും സൂട്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കിഷ്ടമുള്ള ഏതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സ് നമുക്കെടുത്ത് പഠിക്കാം. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളതിന് എലിജിബിൾ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സസ് എടുത്ത് പഠിക്കാം. കാരണം IGNOU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ലൈഫ് ലോങ് ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ചിലർക്ക് പഠനം ഇടയിൽ വെച്ച് നിന്ന് പോയിട്ടുണ്ടാവും, ചിലർക്ക് പഠിക്കാനുള്ള ആഗ്രഹിച്ച സബ്ജക്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ അവരവരുടെ ഡിഗ്രിയിലോ MAയിലോ ഒക്കെ പഠിച്ചത്. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്
എന്താണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് പലർക്കും പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, പ്രൊമോഷൻ്റെ സാധ്യതകൾക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട്, ജോബ് മാറാൻ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട്. സോ ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇഗ്നോ MA BA സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ തുടങ്ങിയ എല്ലാ കോഴ്സസും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കോഴ്സസിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണല്ലോ. സോ ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും എലിജിബിൾ ആണെങ്കിൽ ഈ കോഴ്സസ് പഠിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു ജോബ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനോടൊപ്പം നമ്മളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിനോട് ഏതാണ് ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലത് ഏതാണ് എന്ന് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. സോ അത്തരത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് സജഷൻസ് പറയണം. നിങ്ങൾ ലാംഗ്വേജ് കോഴ്സസ്, അതായത് എപ്പോഴും നമ്മളൊരു പുതിയ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് പുറത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ജർമ്മനി, ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്കൊരു നല്ല ബേസ് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. സോ ആ കോഴ്സസ് ചെയ്യാവുന്നതാണ്. സോ അത്തരത്തിൽ നമുക്ക് അറബി, അതായത് സർട്ടിഫിക്കറ്റ് ഇൻ അറബിക്, ഫ്രഞ്ച്, റഷ്യൻ, ജാപ്പനീസ്, കൊറിയൻ, സ്പാനിഷ്, ജർമ്മൻ, പേർഷ്യൻ, അതേപോലെ തന്നെ ഉറുദു തുടങ്ങിയ ലാംഗ്വേജസ് ഒക്കെ ചെയ്യാം. സോ ഓരോ ലാംഗ്വേജും അതത് രാജ്യങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ചില ലാംഗ്വേജസ് മറ്റ് പല രാജ്യങ്ങളിലും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനും ഫ്രഞ്ചും ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് അവിടെ മാത്രമല്ല പല ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോഴ്സസ് ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലാംഗ്വേജസ് പഠിക്കണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് ഇഗ്നോയിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റാണ് ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് IT ആയിട്ട് ബന്ധപ്പെട്ട് ചില കോഴ്സസൊക്കെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ അത്തരത്തിൽ നിങ്ങളുടെ ജോബ് പ്രോസ്പെക്ടസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽസ്, അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT സ്കിൽസ്, അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി തുടങ്ങിയ കോഴ്സുകൾ നമുക്ക് പെർസ്യൂ ചെയ്യാവുന്നതാണ്. സോ അതേപോലെ തന്നെ ഇപ്പോൾ NGOs ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള NGO ഓർഗനൈസേഷൻസും സോഷ്യൽ വർക്ക് ഫ്രണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വരമുയർത്തുന്ന ഒരുപാട് സംഘടനകളും അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സും പ്രൊജക്ട്സും ഒക്കെ നടക്കുന്ന അവസരത്തിൽ അത്തരത്തിലുള്ള ജോബ് റോളുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും എന്താ പറയുക, നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിയമവശങ്ങൾ പഠിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ NGO മാനേജ്മെൻറ്റ്, അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ തുടങ്ങിയ സബ്ജക്ട്സ് ഒക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വൺ ഓഫ് ദി പ്രോമിനൻറ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് BA ആയിട്ടും MA ആയിട്ടും എടുത്ത് പഠിച്ചാൽ പോലും നമ്മൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല, അത് ബ്രിട്ടീഷേഴ്സ് വഴി വന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതൊരു നേറ്റീവ് സ്പീക്കറിനെ പഠിപ്പിക്കുന്ന രീതിയിലല്ല അത് പഠിപ്പിക്കേണ്ടത്, മറിച്ച് അത് വന്ന ലാംഗ്വേജ് ആണെന്നുള്ളതും അതിനനുസരിച്ച് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ടായി, അപ്പോൾ ഏത് രീതിയിലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന ലേണേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് തുടങ്ങി ഒട്ടനവധി നുവാൻസസ് പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ആണ് സർട്ടിഫിക്കറ്റ് ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് ഹൗ ടു യൂസ് ഇംഗ്ലീഷ് അറ്റ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന 2 സർട്ടിഫിക്കറ്റ് കോഴ്സസ്. സോ ആ കോഴ്സസും അത്തരത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു BA കോഴ്സ്, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ കോഴ്സിന് പലപ്പോഴും ഒരു +2 ലെവൽ എലിജിബിലിറ്റിയാണ് പറയാറ്. പക്ഷേ നിങ്ങൾ BA ഇംഗ്ലീഷ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റിനേക്കാളും ഹയർ ആണ്. പക്ഷേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കും. സോ അതുകൊണ്ട് നമ്മൾ പിന്നീട് ഇംഗ്ലീഷ് ടീച്ചേഴ്സായിട്ട് ഹയർ ചെയ്യുന്ന അവസരത്തിൽ, അതായത് ഇപ്പോൾ വലിയ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ പോലും
ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്ന അവസരത്തിൽ എസ്പെഷ്യലി ടീച്ചിങ് അതർ ദാൻ ഇൻ വെരി ഫോമൽ ആയിട്ടുള്ള സ്കൂൾസ് കോളേജസ് എന്നതിനപ്പുറം ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ സ്പെസിഫിക് ആയിട്ട് അവരിങ്ങനെ ഇംഗ്ലീഷ് ടീച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയാനുള്ളത് അതേപോലെ തന്നെ IT ആയിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കോഴ്സസ് നിങ്ങൾക്ക് ആ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അതേപോലെ തന്നെ ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വളരെ നല്ല ബേസിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഒട്ടനവധി എന്താ പറയുക ഇപ്പോൾ ജേർണലിസം പോലത്തെ കോഴ്സസ് ഒക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവൻറ്റ് പ്ലാനേഴ്സായിട്ടും ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, ആങ്കേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ. സോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, അപ്പാരൽ മെർച്ചൻഡൈസിങ് തുടങ്ങിയ കോഴ്സസും ഇഗ്മോയിൽ അവൈലബിൾ ആണ്. സോ സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അപ്പാരലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആ കോഴ്സസും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഏതെങ്കിലും തിങ്കേഴ്സ്, ഫോർ എക്സാമ്പിൾ അംബേദ്കറിൻ്റെയോ ഗാന്ധിയുടെയോ ഒക്കെ ഐഡിയോളജീസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് ആൻഡ് തോട്ട് ഓഫ് ഡോക്ടർ BR അംബേദ്കർ, അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ പീസ് സ്റ്റഡീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകളെടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് കെയർ തുടങ്ങിയ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ബേസിക്കായിട്ട് ഈ ടോപ്പിക്സിൻ്റെ ഒരു ഐഡിയ തരുന്ന കോഴ്സാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഫുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ പഠിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ് ഇൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തുടങ്ങിയ സബ്ജക്ട്സ് ഇപ്പോൾ ജോഗ്രഫി, MSc ജോഗ്രഫി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ BSc ജോഗ്രഫി അല്ലെങ്കിൽ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സബ്ജക്ട്സ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കോഴ്സിനെല്ലാം ഒരുപക്ഷെ +2 എലിജിബിലിറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ടും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പഠിക്കുന്നതിലും പലപ്പോഴും മറ്റു പല കോഴ്സസും ചെയ്യുന്ന ആളുകളാണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സസ് എടുത്ത് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആർക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു പോകുന്നത്. അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി +2ന് ശേഷം നിങ്ങൾ ഈ കോഴ്സസ്, അപ്പോൾ +2ന് ശേഷം പല കോഴ്സസും ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്കിനി ഈ മേഖലയിലാണോ കൂടുതൽ പഠിക്കാൻ എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് 6 മാസം ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല, നിങ്ങൾ ഒരു പക്ഷേ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആ ഡിഗ്രിയുടെ ഒരു 6 മാസം സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വർഷം സമയത്ത് നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സബ്ജക്റ്റിലും ഒരുപക്ഷെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ഫർദർ MAക്കോ അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസിന് പോകണ്ടേ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിയലൈസേഷനും നല്ലതാണല്ലോ. ഡിഗ്രി കഴിഞ്ഞ് പലരും ഫീൽഡ് ഡൈവേർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ് ചെയ്ത എല്ലാവരും MA ഇംഗ്ലീഷിനല്ല പോവുക. പലരും അഡ്വർടൈസിങ് ഫീൽഡിലേക്ക് പോകും, പലരും ജേർണലിസത്തിലേക്ക് പോകും, പലരും പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ എടുത്ത് മാറും, പലരും MBAക്ക് പോകും. സോ ഇത് അങ്ങനെയുള്ള അതൊരു ഡൈവേർഷൻ എന്ന വാക്കിനേക്കാളും ഉപരി നമ്മളൊരു റിയലൈസേഷനാണ്, നമ്മുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് റിയലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ആ ഒരു പുതിയ ടോപ്പിക്ക് അതിനെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാനും ഇനി ഫർദർ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ MA ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഹയർ കോഴ്സ് ചെയ്താലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താലോ എന്നുള്ള തോട്ട് വരും. സോ ആ ഒരു റിയലൈസേഷനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ കരിയറിലും ലൈഫിലും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മറ്റൊട്ടനവധി കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ HIV ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പിന്നെ ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ഓറിയൻറ്റ് ചെയ്ത് സെറികൾച്ചറിലും ഓർഗാനിക് ഫാമിങ്ങിലും ഒക്കെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ബീ കീപ്പിംഗ്, പൗൾട്രി ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, പിന്നെ വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് ഉണ്ട്. സോ അതൊക്കെ പഠിക്കേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ആ കോഴ്സസ് എടുത്ത് പഠിക്കാവുന്നതാണ്. അതേപോലെ നേഴ്സ് മാനേജർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഇൻ ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്ന കോഴ്സ് ഉണ്ട്, യോഗയിൽ കോഴ്സ് അവൈലബിൾ ആണ്, പിന്നെ ജെറിയാട്രിക് കെയർ, കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഹോം ബേസ്ഡ് ഹെയർ, അതേപോലെ ന്യൂ ബോൺസിൻ്റെ കെയർ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, നഴ്സിംഗ് തുടങ്ങി കാര്യങ്ങളിലൊക്കെ
സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനിൽ കുറച്ചധികം വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ഇങ്ങനെ ഏതെങ്കിലും കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ വിഷ്വൽ ആർട്സിലും പെർഫോമിംഗ് ആർട്സിലും ഒരുപാട് മ്യൂസിക്, ഡാൻസ് മേഖലകളിലൊക്കെ ഒരുപാട് കോഴ്സസ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എനർജി ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്, പവർ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ്. പിന്നെ സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനി സർട്ടിഫിക്കറ്റ് ഇൻ ജെൻഡർ, അതേപോലെ ജെൻഡർ സയൻസസ്, ലോ തുടങ്ങിയ മേഖലകളിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഐ തിങ്ക് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റ് കോഴ്സസിനെ കുറിച്ചും ഒരു വട്ടമെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562636469 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാംസ്, അസൈൻമെൻറ്റ്സ്, അഡ്മിഷൻ, ബാക്കി എന്തെങ്കിലും പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഡ് ലൈൻസും കാര്യങ്ങളും വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ നമ്മളത് നോട്ടിഫൈ ചെയ്യുകയും വീഡിയോ ആയിട്ട് അതിന് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. So stay tuned. Also please subscribe to the channel and share with your friends so that we can reach maximum number of learners. Thank you.